ശരണ്യ, ആഹാ ഇന്ന് രാവിലെ എന്താണ് കാപ്പിക്ക്? ഇന്ന് ഉപ്പുമാവാണ്. ആഹാ ദേ നമ്മുടെ അമ്മയും കണ്ടേ രാവിലെ തന്നെ എത്ര തണുപ്പാണെന്ന് പറഞ്ഞാലും അമ്മ അങ്ങോട്ട് രാവിലെ കുളിച്ചങ്ങോട്ട് സുന്ദരി കുട്ടിയായിട്ട് കണ്ട അല്ലേ? അതെ, ഞാൻ കുളിക്കും രാവിലെ. തണുപ്പൊന്നും ഒരു പ്രശ്നമല്ല. ഇല്ല. ദോശ, ഷിജുവിന് ദോശ. എന്റെ ശരണ്യ പിന്നെ അടുപ്പിന്റെ പറ്റ നിൽക്കുന്ന എന്താന്ന് ചോദിച്ചെന്നാ ആ ചൂട് കിട്ടാൻ വേണ്ടിയാണ് അല്ലേ ശരണ്യ? നമ്മൾ തണുപ്പാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാ ഫുള്ള് തണുപ്പ് തന്നെ. നമുക്ക് തണുപ്പില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ശരണ്യക്ക് തണുപ്പ് തന്നെയാണ്. പിന്നെ ഓരോരുത്തരുടെ ശരീരത്തിന്റെ ആരോഗ്യം അനുസരിച്ചല്ലേ. അതെ, ദോശ സാമ്പാറും. എനിക്ക് ദോശയും സാമ്പാറും. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപ്പുമാവ്. ശരണ്യ അങ്ങനെ അതെ കണ്ട ഇതൊക്കെ ഇല്ല ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതാണ് നമ്മുടെ അതെ, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ. ഇന്ന് ക്യാരറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഉപ്പുമാവ് ഇണക്കല്ല. അപ്പൊ അതെ അമ്മ ദോശയൊക്കെ ചുട്ടോണ്ടിരിക്കണ്. രണ്ടുപേരും അടുക്കള തിരക്കിലാണ്. ആ അതെ, ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശയല്ലേ? അത് മതി. എനിക്ക് ഇഷ്ടം. എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല. ഉപ്പുമാവ് തിന്നാൻ നെഞ്ചരിച്ചിലുണ്ടാവും. അതെനിക്കിട്ട് വെച്ചൊരടിയാണല്ലോ ശരണ്യ. അത് ശരണ്യൊക്കെ തണുപ്പാണെന്ന് പറഞ്ഞാന് ആ ശരണ്യ അങ്ങോട്ട് പറഞ്ഞ ഒരടിയാണ്. അല്ല, ഞാൻ പല പ്രാവശ്യം കഴിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഉപ്പുമാവ് അങ്ങോട്ട് ഇഷ്ടമല്ല. അല്ല എവിടെ വരെ ഇതൊക്കെ മൂത്ത വെള്ളം ഒഴിക്കുകയാണ്. ഉപ്പുമാവിന് കറക്റ്റ് വെള്ളം ഒഴിക്കണതിലാണ് അതിൻ്റെ ഒരു കൂടിപ്പോകരുത്, കുറഞ്ഞു പോകരുത്. അങ്ങനെ നമ്മുടെ ശരണ്യ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഇനി ഇത് വെന്ത് വന്നല്ലേ. ആഹാ, ഉപ്പുമാവിന് ഇച്ചിരി നെയ്യുടെ ടേസ്റ്റ് കൂടി വരട്ടെ എന്നോർത്താണ്. അതാണ് ശരണ്യയുടെ സ്പെഷ്യൽ ഉപ്പുമാവ്. വെള്ളം തിളക്കട്ടെ. ശരണ്യ ദോശ മറിച്ചോ, ഞാൻ ഉപ്പുമാവിനെ റവ ഇടാം. മാറി മറിഞ്ഞൊക്കെ ചെയ്യുക. അതാണ് അതിന്റെ പാചകത്തിന്റെ. അപ്പോഴേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ആദ്യം ഇട്ടെന്നാ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. ചിലര് ഉപ്പുമാവ് ഇണക്കി കഴിഞ്ഞിട്ട് തേങ്ങ അപ്പൊ ടേസ്റ്റ് വരികയല്ല. ഈ തേങ്ങയുടെ ടേസ്റ്റ് അങ്ങോട്ട് ഇതിൽ പിടിക്കുക അല്ലേ? നമ്മള് എപ്പോഴും സ്ഥിരം ചെയ്യണത് എന്നൊക്കെ വ്യത്യസ്തമായിട്ടൊക്കെ എപ്പോഴും ചെയ്യണം. അതാ. അപ്പൊ അതേ ശരി, എനിക്ക് ഗോതമ്പ് ദോശയൊക്കെ ഇണക്കി തരുന്നുണ്ട്. ഇപ്പൊ എനിക്കിപ്പോ രാവിലെയും വൈകുന്നേരം ഒക്കെ ഗോതമ്പിന്റെ പരിപാടിയാണല്ലോ. ഷിജുവിന് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കണത് ഷിജുമാന് പറ്റിയല്ല. അപ്പൊ ഞങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കും. ഇനി പറ്റിയല്ല, ഇനി റാഗിപ്പൊടി മേടിച്ചിട്ട് റാഗിപ്പുട്ട് മതി എനിക്ക് വൈകുന്നേരം. റാഗിപ്പൊടി എല്ലാ കടയിലും ഇപ്പൊ കിട്ടാനില്ല, എന്താണെന്നറിയാൻ മേല. അല്ലെ മേടിച്ച് പൊടിപ്പിക്കണം. പക്ഷെ ഈ വെയിലില്ലല്ലോ. അത് പറ്റിയല്ല. കൂട്ടുകാരെ, നമ്മുടെ അച്ഛൻ എണീറ്റിട്ടുണ്ട്. പക്ഷെ എന്നാലും താമസിച്ചേ അകത്തുനിന്നൊക്കെ പുറത്തായിട്ട് ഇറങ്ങുള്ളൂ. മഴയൊക്കെ അല്ലേ, അതുകൊണ്ടാണ്. അല്ല ശരണ്യ അങ്ങനെ ദോശയൊക്കെ കുത്തി എടുത്തോണ്ടിരിക്കുകയാണ്. ആണോ? ആണോ? അതിനൊക്കെ കൂട്ടുകാര് ഒരു പ്രാവശ്യം പറഞ്ഞു തന്നല്ല, സവോള തേച്ചാ മതി. പിന്നെ വേറെ എന്തൊക്കെ ഒരു ടിപ്സ് പറഞ്ഞ് തന്നായിരുന്നു. നല്ലെണ്ണ തേച്ചാൽ മതി. എന്തൊക്കെ പറഞ്ഞായിരുന്നു കല്ലേ പിടിക്കാതിരിക്കാൻ. കൂട്ടുകാരെ അതൊക്കെ ഒന്ന് മറന്നുപോയി. ഒന്ന് കമന്റ് ചെയ്തേക്കണം അല്ലേ, ദോശക്കല്ലേ പിടിക്കാതിരിക്കാനുള്ള.
അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചല്ലേ? വെള്ളം തിളച്ചു. കണ്ട നമ്മുടെ തേങ്ങയൊക്കെ ഇട്ടപ്പോ കണ്ട അത് ഇങ്ങനെ നല്ലൊരു ഭംഗിയായി. നെയ്യിലെല്ലാം മണം വരുന്നുണ്ടല്ലേ? ആ അപ്പൊ ഒരു നല്ല സ്മെല്ലൊക്കെ അടിക്കണുണ്ട് അല്ലേ? ആണാണ്. അതിന് റവ ഇട്ടോ, ഞാൻ ഇളക്കിത്തരാം. ആ അപ്പൊ ഇതിന് റവ കൂടി ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ വറുത്ത് വെച്ചാണ്. വെച്ചാലേ അത് കവനത്ത് നേരത്തെ കെട്ടി വെച്ച് ചീത്തയൊക്കെ അടിക്കാൻ വേണ്ടി. ആ അപ്പൊ തണുപ്പെല്ലാം അല്ലേ? അതെ. അപ്പൊ കണ്ട അങ്ങനെ അതെ ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് റവയൊക്കെ ഇട്ട്. ഇനി കൊടുത്താം. കറക്റ്റ് റവയായിരുന്നു. ഞാൻ ഇളക്കാക്കി. ഇനി അമ്മ ഇളക്കട്ടെ. ശരണി ഇവിടെ നോക്കുക അല്ലേ? അമ്മ ദേ ആ പിടിക്കണ കടിപ്പനും തിരക്കി പോയിട്ടുണ്ട് ആ നേരത്ത്. ആ നേരം എന്റെ ദോശ വെന്തു. എന്ത്? അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ വിശേഷം. വിശേഷം. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയൊക്കെ ഉണ്ട്? മഴയൊക്കെ എവിടം വരെയായി? ഇവിടെ ഇന്ന് നേരം കുറച്ച് തോർന്നിട്ടേ ഇല്ല. ഒത്തിരി വീട്ടുകാരിങ്ങനെ ഈ പ്രാവശ്യത്തെ മഴയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ? ആണ്. ഒത്തിരി കുടുംബങ്ങളിലൊക്കെ അല്ലേ? നമ്മുടെ വണ്ടിയൊക്കെ കൊണ്ടുപോയി പടിഞ്ഞപ്പുറത്തെ വീട്ടിൽ ഇട്ടിരിക്കുകയാണ്. അതെ അതെ, അപ്പുറത്തെ സാറിന്റെ വീട്ടിൽ. നമുക്ക് വെള്ളവ കൂട്ടുകാരെ. സാർ ഇന്നലെ വിളിച്ച് പറഞ്ഞ് മഴ ഉണ്ടാകും ശരിക്ക്. അതുപോലെ നമ്മുടെ ബിനുച്ചേട്ടന്റെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് എൻ്റെ മുന്നേ അവര് മാറി താമസിക്കുക. ബിനുച്ചേട്ടന് ആ വീഡിയോയൊക്കെ ഇട്ട് തന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കോട്ടയത്താണ് ബിനുച്ചേട്ടന്റെ വീട്. നമുക്ക് തന്നെ ചവിട്ടുപടി വരെ വെള്ളം വന്നുള്ളൂ അല്ലേ? ആണ്. ആ മുറ്റത്ത് ഇറങ്ങിയിട്ട് 4 ദിവസമായിരുന്നു ഞാൻ ചടങ്ങി. ഞങ്ങൾ അകത്ത് തന്നെ കഴിഞ്ഞു. എനിക്കും അച്ഛനും ഇറങ്ങാതിരിക്കാൻ പറ്റിയല്ല. പറ്റിയല്ല. ഞങ്ങൾ രണ്ടുപേരും മുറ്റത്ത് ഇറങ്ങിയിട്ട് 4 ദിവസമായി. കണ്ടാ കൂട്ടുകാരെ, അങ്ങനെ അത് ഉപ്പുമാവൊക്കെ അതിങ്ങനെ അമ്മ റെഡിയാക്കിയൊക്കെ എടുക്കണുണ്ട്. ഇനി അതിങ്ങനെ ഇങ്ങനെ ആ കട്ടയൊക്കെ കുറച്ച് 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 കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് അല്ലേ? ഞാൻ അതുപോലെ ദോശ കട്ടയില്ലാതെ പരുത്തി എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് എല്ലാം റെഡിയാക്കിയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി വരും. ഒത്തിരിയാ. ശരണ്യ, എന്തോ നമ്മുടെ ഉപ്പുമാവൊക്കെ എവിടെ വരെ? ഉപ്പുമാവെല്ലാം നല്ലതായിട്ട് റെഡിയാക്കി വെച്ചേക്കണ കട്ടയില്ലാതെ കണ്ട. ആ നേരാണ് നേരാണ്, നല്ല അടിപൊളി ഉപ്പുമാവാണ് അല്ലേ? ആണ്. ഏ ആണ്. അപ്പൊ അങ്ങനെ ഇനി ദോശ ചുട്ട് തീർന്നില്ലേ? എനിക്കാണ് 2 ദോശ മതി. ഇതിന് മാത്രം ദോശ ചുട്ട് കൂട്ടുന്നത് ഇത് എന്തിനാ? നല്ലത് മൂത്തതുണ്ടാക്കണ്ടായോ? ആണല്ലേ? 3 ചുട്ട് വെച്ചു. 2 എണ്ണമായിട്ട് കലക്കി എടുക്കണം എനിക്കറിയാൻ പറ്റില്ല. ഞാൻ കലക്കം വെച്ച് കൂടിപ്പോവും കൂടിപ്പോവും. മാവ് കലക്കും. എന്റെ സാമ്പാർ കറി കാണിച്ചേ. ഇപ്പൊ കാണിച്ചത് അച്ഛന് ഫോൺ വന്നിട്ടുണ്ട്. ശരണ്യ, എന്തോ? ആ എന്റെ സാമ്പാറൊന്ന് കാണിച്ചേ കൂട്ടുകാരെ കണ്ട. അതെ അടിപൊളി സാമ്പാർ വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ദോശയും സാമ്പാറുമാണ്. എനിക്ക് സാമ്പാറാണെങ്കിൽ നിങ്ങൾക്ക് പഴം. കണ്ടാ കൂട്ടുകാരെ നല്ല അടിപൊളി ഞാലിപ്പൂവും പഴവും ഉണ്ട് അല്ലേ? മുളകും ഉണ്ടോ ഉപ്പുമാവിന്റെ കൂടെ? ദോശക്ക്. ദോശക്കും പിന്നെ പപ്പടം മാത്രമേ ഇല്ല. പപ്പടം മേടിക്കാൻ മറന്നുപോയി. അതെ. ഷിജുവിന്റെ മുളക്. ആ അപ്പൊ കൂട്ടുകാരെ കണ്ട, എനിക്കിതേ കണ്ട മുളകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനാണ് ഗോളടിച്ചത്. സാമ്പാറ്, മുളക്, ദോശ. കാരണം ഈ മുളകൊക്കെ കുട്ടി അങ്ങോട്ട് തിന്നാൻ നല്ല രസമായിരിക്കും അല്ലേ? അതെ, അച്ഛൻ്റെ പോകാനായിട്ട് അതെ റെഡിയായിരിക്കുകയാണ്. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കുന്ന കാണിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു അച്ഛൻ്റെ. ടൈമിന്റെ കുറവ് കൊണ്ടാണ് കേട്ടാ. എനിക്ക് ഒരാള് കാണാൻ പോണം അത്യാവശ്യം. അച്ഛൻ അതാണ് ഫോൺ വന്നത് രാവിലെ തന്നെ ഫോൺ. അപ്പൊ ശരണ്യ, ഒന്ന് ഉപ്പുമാവൊക്കെ ഒന്ന് കാണിച്ചേ നമ്മുടെ കൂട്ടുകാരെ. ഉപ്പുമാവ് ആ അങ്ങനെ പഴമൊക്കെ ആയിട്ട് അമ്മ ഇരിക്കുന്നില്ലേ? അമ്മ ആ കഴിക്കാം. അപ്പൊ ഇനി ഒന്ന് ശരണ്യ ഒന്ന് കഴിച്ച് കാണിച്ചേ. കുഴച്ച് മറിക്കണം. ആ കുഴച്ച് മറിച്ചോണ്ടിരിക്കുകയാണ്. വന്നിട്ടാണ് ശരണ്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അല്ലെ? ഒരു പപ്പടം കൂടി വേണമായിരുന്നല്ലേ ശരണ്യ? പപ്പടം ഇന്നലെ മറന്നു പോയി. പെട്ടെന്ന് ഇത് തയ്യാറാക്കിയതല്ലേ അല്ലേ?
അപ്പം കൂട്ടുകാരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ മറക്കരുത്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അതുപോലെ നിങ്ങളെല്ലാവരും സുരക്ഷിതരാണെന്ന് തന്നെ കരുതുന്നു. അപ്പം ഞങ്ങളും അതുപോലെ തന്നെയാണ്. അപ്പം ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.